വഴക്കുകൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നു, കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്നു. നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. സെബെദീപുത്രന്മാരുടെ അമ്മ തൻ്റെ മക്കൾക്ക് വലതും ഇടതും വഴി ഇരിക്കാനുള്ള സ്ഥാനം ആഗ്രഹിച്ച് യേശുവിന്റെ അരികിൽ വരികയാണ്. ഇത് ചോദിക്കുമ്പോൾ മറ്റുള്ള ശിഷ്യന്മാർക്ക് അമർഷം തോന്നി തുടങ്ങി എന്നുള്ളതാണ്. ചിന്തിക്കേണ്ടത്രയേ ഉള്ളൂ. ഈ 3 വർഷം അവര് ഒരുമിച്ച് ഭക്ഷിച്ചു, ഒരുമിച്ച് നടന്നു, ഒരുമിച്ച് ജീവിച്ചു. യേശു പലതും പഠിപ്പിച്ചു. എന്നിട്ടും ഈ സെബെദീപുത്രന്മാർക്ക് ഒന്നും മനസ്സിലായില്ലെന്നുള്ളതാണ്. കൂട്ടായ്മയുടെയും സ്നേഹത്തിൻ്റെയും ആഴം അവർക്ക് മനസ്സിലായില്ല. അവരുടെ ആ സ്വാർത്ഥമോഹം, അല്ലെങ്കിൽ എനിക്ക് എന്ത് കിട്ടും, ഞാൻ എങ്ങനെ ഒന്നാമനാകുമെന്ന ചിന്ത വിള്ളലുകൾ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അമർഷം തോന്നി, ബാക്കി എല്ലാവർക്കും അമർഷം തോന്നി. അത്ര നാൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ജീവിച്ചതല്ലേ. ഇത് തന്നെയല്ലേ കുടുംബങ്ങളിലൊക്കെ സംഭവിക്കുന്നത്. നമ്മുടെയൊക്കെ ചെറിയ ചെറിയ സ്വാർത്ഥതകൾ, അല്ലെങ്കിൽ എൻ്റെ ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ, അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത്രയും ഒരുമിച്ചിരുന്ന സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, അല്ലെങ്കിൽ കുടുംബങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ സമൂഹങ്ങൾ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഞാൻ തല്ലുകൂടിപ്പിക്കുന്നവനാണോ, അല്ലെങ്കിൽ ഒന്നിപ്പിക്കുന്നവനാണോ? ചിന്തിച്ചു നോക്കിയേ. എത്രയോ തീഷ്ണമായ ആഴമേറിയ ബന്ധങ്ങളുണ്ടായ കുടുംബ ബന്ധങ്ങളൊക്കെയാണെന്നറിയോ. ഇപ്പം മിണ്ടണ പോലുമില്ല, പരസ്പരം സംസാരിക്കുന്നത് പോലുമില്ല. കണ്ടു കഴിഞ്ഞാൽ മുഖം തിരിച്ച് നടക്കുന്ന എത്രയോ പേരാണെന്നറിയാം. എന്തുകൊണ്ടാണ്? എൻ്റെ ഉള്ളിലുള്ള സ്വാർത്ഥതകൾ കൊണ്ട്, എൻ്റെ ഉള്ളിലുള്ള അധികാരമോഹം കൊണ്ട്, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ദുഷ്ടപിശാച് കൊണ്ട്. നമ്മളൊന്ന് മാറാൻ പരിശ്രമിക്കുക. ഇന്ന് മുമ്പ് കാലഘട്ടത്തിൽ യേശു അത് തന്നെയാണ് നമ്മളോട് പറയണേ. നിങ്ങൾ ഇതൊക്കെ തപ്പിപ്പിടിച്ച് വാങ്ങുമ്പോൾ ഓർക്കുക, സ്ഥാനമാനങ്ങളും ഇതെല്ലാം നേടുമ്പോൾ സ്നേഹവും ഐക്യമൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഞാൻ ഒന്നാക്കുന്നവനായിട്ട്, കൂട്ടായ്മകൾ സൃഷ്ടിക്കുന്ന വ്യക്തിയായിട്ട് മാറാൻ പരിശ്രമിക്കുക.